Hi all, welcome to our channel. In this session, let's understand the current status of SIR enumeration form submitted to the BLO, the block level officer. നമ്മൾ ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സിന് കൊടുത്തിട്ടുള്ള എന്യൂമറേഷൻ ഫോമിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് എങ്ങനെയാണ് ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, how to check the online status of SIR enumeration form. Okay, so we already submitted to the BLO, block level officer. First one, in the mobile, open Chrome open മൊബൈലിൽ Chrome ഓപ്പൺ ചെയ്യുകയും ഏറ്റവും മുകളിലുള്ള ഹോം ബട്ടണിൽ മൊബൈലിനുള്ളിൽ കുറേ ബട്ടൺ കാണുമല്ലോ, അതിനകത്ത് ക്രോം ബട്ടൺ ഉണ്ട്, ദെൻ ഗൂഗിളും ഉണ്ട്. രണ്ടിലേതെങ്കിലും ഒന്നിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ECI ഡോട്ട് ഒന്നിൽ ക്രോം ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ ECI.gov.in എന്ന് എൻ്റർ ചെയ്യുക. ECI.gov.in ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നടിച്ചു കൊടുക്കുന്നു. ECI.gov.in. Then next we go to home page. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹോം പേജിലെത്തും. അപ്പോൾ ഹോം പേജിൽ നിന്ന് വി ഹാവ് ടു അവിടെ ഇലക്ഷൻ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുമ്പം മൊബൈലാണെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ലോഗിൻ ബട്ടണിൽ വരും. ലോഗ് ഓൺ ചെയ്യണം. ഓക്കെ, ദെൻ ലോഗ് ഓൺ ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ടച്ച് ചെയ്തതിന് ശേഷം എൻ്റർ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എപ്പിക് നമ്പർ എന്ന് വെച്ചു. എൻ്റർ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എപ്പിക് നമ്പർ എന്ന് പറയുന്നത് അതിന് താഴെ ഒരു കോളം വരും. അതിൽ നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ ഏതാണ് ഇലക്ടറൽ ഫോമിൽ എന്യൂമറേഷൻ ഫോമിൽ കൊടുത്തത് അതിലേതെങ്കിലും ഒന്നാണ് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തു കാണും, എപ്പിക് നമ്പറും കൊടുത്തു കാണും. അതിലേതെങ്കിലും ഒന്ന് അടിക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ എന്യൂമറേഷൻ ഫോം BLOക്ക് കൊടുത്ത എന്യൂമറേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു മൊബൈൽ നമ്പർ. ദെൻ ടച്ച് ഒന്നും ചെയ്യാതെ തന്നെ അടുത്തത് അത് എൻട്രി ചെയ്യുമ്പോൾ ഒരു ക്യാപ്ച കോഡ് വരും. ക്യാപ്ച കോഡ്, ആ ക്യാപ്ച കോഡിൽ ഈ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഈ രീതിയിൽ പല രീതിയിൽ കാണിക്കുക, അക്ഷരങ്ങൾ ലെറ്റേഴ്സ് പല രീതിയിൽ കാണിക്കുക, അക്കങ്ങളും അക്ഷരങ്ങളും എല്ലാം ഉണ്ടാകണം ക്യാപ്ച കോഡ്. അപ്പോൾ ക്യാപ്ച കോഡ് അതിന് താഴെ ആദ്യം തന്നിട്ടുണ്ടാകും ക്യാപ്ച കോഡ്. പിന്നെ അതിന് താഴെ ഒരു കോളം ഉണ്ടാകും. അതിൽ നമ്മൾ ആ സെയിം ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെയിം ക്യാപ്ച കോഡ്. ഈ മുകളിൽ തന്ന സെയിം, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മാൾ ആണെങ്കിൽ സ്മാൾ ലെറ്റർ. ഓക്കെ, ദെൻ ഇവിടെ ടച്ച് ചെയ്യുക. ഓക്കെ, ദെൻ അതിന് താഴെ അപ്പോൾ റിക്വസ്റ്റ് OTP എന്ന് വരും. റിക്വസ്റ്റ് OTP റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം അത് ടച്ച് ചെയ്യുക. റിക്വസ്റ്റ് OTP ടച്ച് ചെയ്തു. ദെൻ എൻ്റർ OTP റിസീവ്ഡ് ഓൺ മൊബൈൽ നമ്പർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. എൻ്റർ OTP റിസീവ്ഡ് ഓൺ മൊബൈൽ നമ്പർ ഇത്ര അവരവരുടെ എന്യൂമറേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഇങ്ങനെ ഈ കോളം 1 2 3 5 6 കോളം കാണിക്കുക. അതിനകത്ത് ഈ നമ്മുടെ മൊബൈൽ നമ്പർ, ഈ രജിസ്റ്റേർഡ് മൊബൈലിൽ വന്നിരിക്കുന്ന OTP ഇവിടെ ഓരോ കോളത്തിൽ ഓരോന്നും എൻട്രി ചെയ്ത് കൊടുക്കണം. ഓക്കെ, 6 കോളമായിരിക്കും. അപ്പോൾ 6 കോളത്തിലും ഓരോ 6 നമ്പർ 6 അക്ക OTP ആയിരിക്കും നമുക്ക് ലഭിക്കുക. അത് ഓരോ കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ദെൻ അതിന് താഴെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ഉടനെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, വെരിഫൈ ആൻഡ് ലോഗിൻ ഓപ്ഷൻ കാണിക്കും. വെരിഫൈ ആൻഡ് ലോഗിൻ, അതിനകത്ത് ടച്ച് ചെയ്യുക. ഈ കോളത്തിൽ വെരിഫൈ ആൻഡ് ലോഗിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. ദെൻ അതിന് താഴോട്ട് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്, ECI നെറ്റ് വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള പേജ് ഓപ്പൺ ആവും. ഓക്കെ,
ദെൻ സ്ക്രോൾ ടു, അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നേരെ താഴോട്ട് പോയപ്പോൾ സർവീസസ് എന്നുള്ള ഒരു പേജ് കാണാം. സർവീസസ് ലെഫ്റ്റ് സൈഡിൽ സർവീസസ് എന്ന് എഴുതിയിരിക്കും. ഓക്കെ, അതിനകത്ത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 എന്ന് ഹെഡിങ് കാണും. അപ്പോൾ ECI നെറ്റ് കോട്ടയം സർവീസ് പോർട്ടലിൽ പോയി സ്ക്രോൾ ചെയ്ത് നേരെ താഴോട്ട് പോകുമ്പോൾ സർവീസ് എന്നുള്ള പേജ് കാണും, സർവീസസ് എന്നുള്ള പേജ് കാണും. അതിന് താഴെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 എന്ന് കാണും. അവിടെ നമ്മൾ ഇതിന് താഴെ വന്നിട്ട് ഫിൽ എന്യൂമറേഷൻ ഫോമിൽ ടച്ച് ചെയ്യണം. ദെൻ SIR 2026 ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ ദി ഇലക്ടർ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ സബ് ഹെഡ് കാണും. ഓക്കെ, ദെൻ അതിന് താഴെയായിട്ട് സെലക്ട് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഈ കുളത്തിനകത്ത് സെലക്ട് ചെയ്യണം സ്റ്റേറ്റ്. അതിനകത്ത് എല്ലാ സ്റ്റേറ്റുകളും തന്നിരിക്കും. ഇപ്പോഴേ 9 സ്റ്റേറ്റുകളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇലക്ഷൻ SIRന് ഓർഡർ കൊടുത്തത്. അപ്പോൾ ആ സ്റ്റേറ്റുകളെല്ലാം കാണും. അപ്പോൾ അതെല്ലാം അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ കേരളം ആണെങ്കിൽ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം ടച്ച് ചെയ്യുക. ഓക്കെ, അത് ടച്ച് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടുത്തതായിട്ട് എപ്പിക് നമ്പറാണ് വരുന്നത്. എപ്പിക് നമ്പർ അടിച്ചു കൊടുത്തു. നമ്മുടെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ഷൻ വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ നമ്മൾ ഇനോഗ്രേഷൻ ഫോം സബ്മിറ്റ് സമയത്ത് BLOയ്ക്ക് കൊടുത്ത അതിലുള്ള നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ലാസ്റ്റ് സെർച്ച് ബട്ടണിൽ ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ യുവർ ഫോം ഹാസ് ആൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ, ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യുവർ BLO എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ താഴെ ഇങ്ങനെയാണ് കാണിക്കുക. യുവർ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ, ഫോർ മോർ ഡീറ്റെയിൽസ് BLO, അപ്രോച്ച് യുവർ BLO, കോൺടാക്ട് യുവർ BLO എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. ഓക്കെ, BLO അപ്ലോഡ് ചെയ്തതെന്ന് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ if you have any doubt, please forward the same in comment section. Please subscribe the channel for getting further notifications as and when upload the next class. Thank you. Let us see in the next class.